ധനവാന്മാരോട് ഉള്ളിൽ പുച്ഛമുണ്ടെങ്കിൽ, ധനവാന്മാരോട് മോശമായിരിക്കുന്ന വിചാരം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, ധനവാന്മാരോട് മാത്രമല്ല ആ വിചാരം, ധനത്തിനോട് കൂടിയാണ് ആ വിചാരം. അതുകൊണ്ട് എൻ്റെ ഉള്ളിൽ ധനവാന്മാരോടതായിട്ടുള്ള മോശം വിചാരം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഉള്ളതായിരിക്കുന്ന കുഞ്ഞസൂയ, പറയുമ്പോൾ വിഷമിക്കരുത്, നമ്മളുള്ളിൽ അറിയാതെ ഉറങ്ങിക്കിടക്കുന്ന അസൂയയുടെ വേറൊരു ഭാവമാണ് ധനവാന്മാരോട് നമുക്കുള്ള പുച്ഛം. എന്തുകൊണ്ടോ അവർ നേടിക്കോട്ടെ, ഇപ്പോഴത്തെ അവരുടെ പ്രസൻറ്റ് കണ്ടീഷനിൽ അവർക്ക് യൂണിവേഴ്സ് അത് അലൗ ചെയ്തു കൊടുത്തുവെങ്കിൽ ആ സാധനം അവരുടെ കയ്യിൽ വരാനുള്ള ഒരു കാരണം ഉണ്ടായിരിക്കണമല്ലോ. അതുകൊണ്ട് ആരുടെ നന്മയിലും സന്തോഷിക്കാൻ പഠിക്കണം. ഒരാൾക്ക് എത്ര ധനം കിട്ടുമ്പോഴും ഇത്രയും ധനം അവർക്ക് കിട്ടി, ഐ എം റിയലി ഹാപ്പി എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റണം. അതുകൊണ്ട് മറ്റുള്ള ഒരാളുടെ ഉയർച്ചയിൽ അസൂയ എന്നൊരു സാധനം ഉണ്ടെങ്കിൽ, അസൂയ എന്ന് പറയുന്നത് വലിയൊരു ദുർവികാരമാണ്. അതൊരു ക്യാൻസർ പോലെയാണ്. നമ്മുടെ ഉള്ളിലിരുന്ന് അത് തിരികെ നമ്മുടെ ഉള്ളിൽ ക്യാൻസർ അങ്ങനെയാണല്ലോ, ആദ്യം ഒരു കോശത്തിനെ ബാധിക്കും, അതിൽ നിന്ന് മറ്റു കോശങ്ങളിലേക്ക് ബാധിക്കും, അങ്ങനെ പതുക്കെ ശരീരത്തെ മുഴുവൻ കാർന്നു തിന്നും. അതുപോലെ അസൂയ എന്ന വികാരം ആദ്യം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു രൂപത്തിലിരിക്കുന്നുണ്ട് എങ്കിൽ അത് പതുക്കെ സ്പ്രെഡായി നമ്മുടെ പേഴ്സണാലിറ്റീനെ മുഴുവൻ നെഗറ്റീവായി കൺവേർട്ട് ചെയ്ത് കളയും. അതുകൊണ്ട് ആ ക്യാൻസറിനെ എടുത്ത് കളഞ്ഞേ പറ്റൂ. അതുകൊണ്ട് മറ്റുള്ളവരുടെ സക്സസ്സിൽ, മറ്റുള്ളവർക്ക് ജീവിതത്തിൽ എന്തെങ്കിലും നേട്ടം വരുമ്പോൾ, മറ്റുള്ളവർക്ക് ഇഷ്ടം പോലെ ധനം വന്നു ചേരുമ്പോൾ ഒക്കെ അവരെ കാണുമ്പോൾ നമ്മൾ സന്തോഷിക്കുക വേണ്ടേ. ഒരാൾക്ക് നല്ലൊരു വീടുണ്ടാക്കാൻ പറ്റുമോ, സന്തോഷിക്കുക. ഒരാൾക്ക് ഇഷ്ടം പോലെ പൈസ വരുമാനം കിട്ടിയോ, സന്തോഷിക്കൂ. ഒരാൾക്ക് ലോട്ടറി അടിച്ചോ, ഹാപ്പിയസ്റ്റ് ആവൂ. അങ്ങനെ എന്ത് കാണുമ്പോഴും നമ്മൾ എന്തിനെയാണോ എന്നിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് കാണുമ്പോൾ മുഴുവൻ നിങ്ങൾക്ക് അളവറ്റ സന്തോഷം വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ധനം നിങ്ങളുടെ ഉള്ളിലേക്ക് ആകർഷിച്ചു വരും. അഥവാ മറ്റൊരാളുടെ ഉയർച്ചയിൽ അസൂയ വരുന്നുണ്ടെങ്കിൽ, അവർക്ക് നിറച്ചു പൈസ കിട്ടുമ്പോൾ ഇത്രയൊക്കെ ഞാൻ പരിശ്രമിച്ചു എന്നിട്ട് അവർക്ക് കിട്ടി, എനിക്ക് കിട്ടിയില്ലല്ലോ എന്നാണ് വിഷമിക്കുന്നതെങ്കിൽ പറയും, എനിക്ക് അസൂയയല്ല, എനിക്കിങ്ങനെ ആയിപ്പോയല്ലോ എന്നുള്ള വിഷമമാണ്. അതിൻ്റെ വേറൊരു പേരാണ് അസൂയ എന്ന്.